ഹായ് ഹലോ. ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആരുടെ ബുദ്ധിയാണെന്നൊന്നും എനിക്കറിയില്ല. ആരുടെ ബുദ്ധി തന്നെയാണെങ്കിലും അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ? എന്താണുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രിയ ബൈജു എന്ന പേര് എന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ അറിയുന്നത്. മോളെ നിൻ്റെ ഭർത്താവിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നേ. അപ്പം ഞാനിന്ന് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അല്ലെങ്കിൽ കണ്ണൻ്റെ അല്ല രാധയുടെ ബർത്ത്ഡേ ആണെന്ന് കേട്ട് അന്ന് തൊട്ടിട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് ഗുരുവായൂർ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അന്നിപ്പം ഇപ്പം അറിയാലോ, ഓണം ഒക്കെ ആയതുകൊണ്ട് അത്തൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരിക്കും എന്നുള്ളത് അറിയാം. പക്ഷേ ഇന്ന് ഞാൻ പോയപ്പം അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്നെ വീട്ടുകാരൊക്കെ ഇങ്ങനെ വിലക്കി നിന്നത്, അതൊക്കെ കഴിയട്ടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോവാ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ പ്രിയ ബൈജു എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നത്. കേസിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അരുണുമായിട്ടൊരു വാക്കേറ്റം ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളത്. അത് ചേച്ചി എൻ്റെ പേരിലിട്ടിട്ട് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും അശ്ലീല വാക്കുകൾ പറഞ്ഞു എന്നും പോരാത്തതിന് ചേച്ചിയെ ഞാൻ ഉപദ്രവിച്ചു എന്നുമാണ് ചേച്ചിയുടെ പരാതി. എൻ്റെ പ്രിയ ബൈജുവോ, ഇത് ആരുടെ ബുദ്ധിയാണ്? ലസിത ബൈജുവിൻ്റെയോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു വിരലുള്ളവന് 5 വിരലുള്ളവനോട് കളിക്കാൻ വന്നാൽ എങ്ങനെയുണ്ടാവും? മനസ്സിലായില്ല പ്രിയ ബൈജു? ഒരു വിരലുള്ളവൻ 5 വിരലുള്ളവനോട് കളിക്കാൻ നിന്നാൽ എങ്ങനെയുണ്ടാകും? എന്നിട്ടും മനസ്സിലായില്ല? മനസ്സിലാവും. വെയിറ്റ് മാടൂ എന്ന് പറഞ്ഞാൽ വെയിറ്റ് മാടൂ. മനസ്സിലാവും, മനസ്സിലാക്കും, മനസ്സിലാക്കി തരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം ഞാൻ ഇന്നവിടെ പോയി ഞാൻ മൊഴി കൊടുത്തു. പിന്നെ ഞാൻ ആ സ്ത്രീയുടെ വീഡിയോസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ കൂടെ പ്രചരിപ്പിച്ചു എന്നും കൂടി പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെയും വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിട്ടില്ല. പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയയെ പോയി നോക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു കാര്യത്തിൽ കൊച്ചെ എനിക്ക് നിന്നോട് നന്ദി പറയാനേ ഉള്ളൂ. എന്തുവാ വെച്ചാൽ, ഞാൻ അത്രയും സലീമിനോടാണെങ്കിലും അരുണിനോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. രാധയുടെ പിറന്നാളാന്ന് കേട്ട അന്ന് തുടങ്ങി എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം. എന്തോ ഗുരുവായൂരൊന്നും പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ നിൽക്ക്, നീ ഒന്ന് പോവാതിരുന്നാൽ എന്ത് സംഭവിക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതായിരുന്നു സലീം. ഞാൻ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, കണ്ണൻ്റെ നടയിലേക്ക് എത്തണമെങ്കിൽ കണ്ണൻ തന്നെ വിളിക്കണം, അങ്ങനെയുള്ള ആൾക്കാർക്കേ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. സത്യമാട്ടോ അത്. കാരണം എനിക്കാണെ എൻ്റെ കയ്യിൽ തെളിവ് സഹിതമുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് സങ്കടം പറയുകയും ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റ് 31 ആട്ടോ സങ്കടം പറഞ്ഞത്. രാധയുടെ പിറന്നാളാണ്, പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്താക്കാനാ, എന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ല എന്ന്. ഇന്ന് സെപ്റ്റംബർ 2 ആട്ടോ. 1 ആയപ്പോഴേക്ക് എനിക്ക് വിളി വന്നിട്ടുണ്ട്, ജസ്റ്റ് അവിടെ വന്നേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അരുണ് പറഞ്ഞു, പറ്റില്ല, നിനക്കിപ്പം യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം മൈഗ്രെയിനായിട്ട് 2-3 പ്രാവശ്യം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ട്, അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ടൂറ് പോയി വന്ന സമയത്താണ് മൈഗ്രെയിൻ അധികമാക്കിയത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് യാത്രയും കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിലിരിക്കുകയാണെങ്കിൽ പോലും അത് ഭയങ്കര ഇഷ്യൂ ആവുന്നുണ്ട് എനിക്ക്. നേരെ മറിച്ച് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ വെച്ചാൽ അത്ര പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഇവനുള്ള സമയത്ത് ഒരുപക്ഷെ എനിക്ക് മടിയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അവന് പറയൂ കേട്ടോ നീ ഓടിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ
ചില സമയത്ത് അവൻ എന്തെങ്കിലും ഉറക്കമോ അങ്ങനെ ഇങ്ങനെ വരിക വെച്ചാൽ ഞാൻ ഓടിക്കുക എന്നല്ലാതെ ഓടിച്ച് പോകാൻ വെച്ചാൽ അത്ര മൈഗ്രെയിനും കാര്യങ്ങളും ഇട്ട് വരാറുമില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും ഒന്ന് പ്രതീക്ഷിക്കാതെ ഗുരുവായൂരപ്പനെ കാണാനായി. അപ്പോൾ ആ ഒരു സന്തോഷം ഗുരുവായൂരപ്പനെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സമയമായിട്ടുള്ള വന്നിട്ട് കുളിച്ച് ഫ്രഷായി. കട്ടൻ ചായ ഞാൻ കുടിക്കാറില്ല കേട്ടോ. കുറച്ച് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. കാരണം രാവിലെ പുലർച്ചെ എന്ന് പറയാൻ പറ്റില്ല, രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ട് 6 മണിക്ക്, അല്ല 6 മണിക്കല്ല 7 മണിക്കാന്ന് തോന്നുന്നു പോയത്. അപ്പോൾ രാവിലെ എണീറ്റ് തല നനച്ച് കുളിച്ചു. അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ചുമയൊക്കെ ഉള്ളതായിരുന്നേ. പക്ഷേ ഗുരുവായൂർക്ക് പോകുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് തല നനച്ചിട്ടങ്ങ് കുളിച്ചു. വരുന്നത് പിന്നെ അവിടെ വെച്ചിട്ട് കാണാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ്. ഏതായാലും പ്രിയ ബൈജു, താങ്ക് യു ഡിയർ. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് മോളെ, നിനക്ക് മനസ്സിലായോ എന്തോ എന്നെനിക്കറിയില്ല. ഇതിൽ എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളതും എനിക്കറിയില്ല. 1 വിരലുള്ളവൻ 5 വിരലുള്ളവനോട് കളിക്കാൻ നിന്നാൽ എന്താ അവസ്ഥ? വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ആരുടെ ബുദ്ധിയായാലും എനിക്ക് തോന്നുന്നു ലസിതയുടെ ബുദ്ധിയായിരിക്കുന്നു. പോലീസുകാരൻ ചോദിക്കും, 1 വർഷത്തിന് ശേഷം ഞാൻ ആ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നാര കൊച്ചേ, അതൊക്കെ നിനക്ക് അതിൻ്റെ പേരിലൊക്കെ കേസ് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് പോലീസുകാർ നിന്നെ വിളിച്ചതല്ലേടോ, അപ്പം പോയിട്ട് നീ പരാതി കൊടുക്കണ്ടേ? ഇത് 1 വർഷം കഴിഞ്ഞ് ഞാനും എൻ്റെ ഉമ്മയും ഒക്കെ നിൻ്റെ പേർക്ക് പരാതി കൊടുത്ത് റെസീറ്റ് നീ കൈപ്പറ്റിയതിന് ശേഷം ഇങ്ങനെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ കുട്ടിയെ? പക്ഷേ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കൊച്ചെ നീ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് പലരെയും പല കാര്യങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം 2 കേസായി ഇപ്പം നിൻ്റെ പേരിൽ. ഒന്ന് ഞാൻ കൊടുത്തു, ഒന്ന് എൻ്റെ ഉമ്മ കൊടുത്തു. പിന്നെ എൻ്റെ മകനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ചൈൽഡിൽ. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് വരുന്നതിൻ്റെ മുമ്പ് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉത്തര ഉണ്ണീൻ്റെ കേസ് പറഞ്ഞ സമയത്ത് ഉത്തര ഉണ്ണിയാണ് അതിന് തുടക്കം കുറിച്ചത്. ഞാൻ കോടതിയിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റേതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടാനാവുന്നതേ ഉള്ളൂ. വെയിറ്റ് മാടൂ എന്ന് പറഞ്ഞാൽ വെയിറ്റ് മാടൂ. പിന്നെ നീ വിചാരിക്കും പോലെ എനിക്ക് ഈ ഗുരുവായൂർ എന്ന് പറയുന്നത് വലിയ മെനക്കെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. അവിടെ വരെ ഒന്ന് വരിക എന്ന് പറയുന്നത്, കാരണം എനിക്കൊരു 5000 രൂപ ഉണ്ട്, സുഖമായിട്ട് ഗുരുവായൂർ പോയിട്ട് വരാം. ഒരു 2500 രൂപ പെട്രോൾ മേടിച്ചാൽ മതി, ഒരു 2500 രൂപ ചെലവും, അത്രമാത്രം നോക്കിയാൽ മതി. അപ്പം ഞാൻ സുഖമായിട്ട് പോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ ഇങ്ങനെ പറയാൻ വന്നതപ്പാ, എന്നതോ ഒന്ന് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയെ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതുപോലുള്ള കലാവിരുതുകൾ ഇനിയും പ്രതീക്ഷിക്കാം. നീ ഒരു നടക്കും താമരശ്ശേരിയിലേക്കും ഒരു നടത്തം കൊയിലാണ്ടിയിലേക്കും നടന്നപ്പോഴേക്ക് നീ ഇങ്ങനെ കുഴങ്ങുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഈ സോഷ്യൽ മീഡിയ കിടന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ച് അധിക്ഷേപം പറഞ്ഞ് തോന്നിവാസം പറഞ്ഞ് ഉഡായിപ്പ് കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ശരിയാണോ? ഏതായാലും നിൻ്റെ കെട്ടിയോൻ്റെ പേരും ലസിതയുടെ കെട്ടിയോൻ്റെ പേരും ഒക്കെ ബൈജു എന്നുള്ളത് നാം ഇന്നാ കേട്ടോ അറിഞ്ഞത്. പിന്നെ വേറൊരു കാര്യത്തിലും നിൻ്റെ അഡ്രസ്സ് കിട്ടേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതെന്നറിയോ? കേസ് സംബന്ധമായിട്ടേ. അപ്പം ഉമ്മാൻ്റെ FIR എടുത്ത് ഡീറ്റെയിൽ എടുത്തോളി എന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞ FIR നമ്പർ പറഞ്ഞു കൊടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഏതായാലും ഭയങ്കര സന്തോഷം, മനസ്സിന് തൃപ്തി. നിന്നോട് എങ്ങനെയാടാ ഞാൻ നന്ദി പറയാ? ഏതായാലും പാവമല്ലേ, ആരുമില്ലാത്തതല്ലേ, ഭർത്താവ് നോക്കാത്തത് എന്നും പറയാൻ പറ്റൂല. എൻ്റെ അറിവിൽ
കള്ളും കുടിച്ച് വന്ന് കച്ചറ ഉണ്ടാക്കുന്ന ഒരു ഭർത്താവ്, ആരുമില്ലാത്ത ഒരു അമ്മ. അതിനെയൊക്കെ വീഡിയോയിൽ റീല് ചെയ്യാൻ കൊണ്ടുവരുന്നത് എന്ത് കഷ്ടമാണെൻ്റെ മോളെ. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് റീൽ ചെയ്താൽ പോരെ. വാടക വീട് നിന്നൊക്കെ ഒരു കര കയറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വലിങ്ങനെ ഞാൻ അന്ന് വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് വലിങ്ങനെ സംസാരിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നീയായിട്ടത് സംസാരം എടുത്തിടിപ്പിച്ചതാണ്. ഇനി ഈ കേസൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. നീ വെയിറ്റ് മാടൂ, എന്താ ഏതാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ കൂടിയും എനിക്ക് കൊച്ചേ നിന്നോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു വിരലുള്ളവൻ 5 വിരലുള്ളവനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇനി സ്ക്രീനിൽ എല്ലാവരും കാണാനിരിക്കുന്നത്. അപ്പം വെയിറ്റ് മാടൂ പ്രിയ ബൈജു. ഓക്കെ, ഞാനേ വേറൊരു കാര്യോടും പറയാം. ഇനി ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അടുത്ത പരാതി കൊടുക്കുമ്പേ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ജസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയ കൂടെ അഭീകരത്തിപ്പെടുത്തിയിട്ടല്ല മറുപടി കൊടുക്കാറ്, നിയമത്തിൻ്റെ വഴിക്കൂടെയാണ്. നീ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൾ തിരിച്ച് മറുപടി പറയാ, എൻ്റെ പേർക്ക് മാത്രം കംപ്ലൈൻറ്റ്. അങ്ങനെയല്ലടോ, എല്ലാവരുടെ പേർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ തെരിതാത്തൻ്റെ പേരിലും ഉത്തര ഉണ്ണിയുടെ പേരിലും അങ്ങനെ പലരുടെ പേരിലും. അപ്പം നീ ഈ 2-3 പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് ഇതിൻ്റെ പുറത്തിറങ്ങി പുറപ്പെട്ട ഭാവിയിലുള്ള കാര്യം എന്താവോ എന്തോ. എനിക്കൊന്നുമില്ലെങ്കിൽ താങ്ങാൻ എൻ്റെ ഭർത്താവുണ്ട്, പാപ്പയുണ്ട്, 2 മക്കളുണ്ട്. എന്തല്ലേ ഒരു വിരലുള്ളവൻ 5 വിരലുള്ളവനോട് കളിച്ചാൽ ഉള്ള അവസ്ഥ.